കേളു പോലീസ് ശരിക്കൊന്ന് വരണ്ടു. ഇത് കേസൊന്നും ആക്കൂലെന്ന് എനിക്ക് സർക്കിളിനെ കണ്ടപ്പോ തന്നെ അറിയായിരുന്നു. എന്തൊരു മര്യാദയോട് കൂടി അങ്ങനെ പെരുമാറിയെന്നറിയാമോ? പൊന്നു മോനെ, പൈസ വെച്ച് ചീട്ട് കളിക്കുന്ന നിയമവിരുദ്ധല്ലേന്ന് പറഞ്ഞ് ശരിക്കൊന്ന് ഉപദേശിച്ചു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ വിടുകയും ചെയ്തു. ചീട്ട് കളിച്ച് പിടിച്ചവരോട് ഇത്രയും മാന്യമായിട്ട് പെരുമാറുന്ന വേറെ ഒരു പോലീസ് സ്റ്റേഷൻ ഈ ലോകത്തുണ്ടാവില്ല. അതെ, എന്തൊരു അത്ഭുതം അല്ലേ? കൊനിച്ചു നിർത്തി എത്ര കുർബാന കിട്ടി മോനെ, അത് പറ. കുർബാനേ? കൂടെ ഉണ്ടായിരുന്ന പ്രതിയെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടേ. കേളു പോലീസിനെ നല്ലൊരു ആടിനെ ബ്രാത്ത് വെച്ച് കഴിക്ക്. ആ ചതവൊക്കെ ഒന്ന് കൊണപ്പെടാൻ നല്ലതാ. ഈ മോട്ടർ ഒന്ന് ശരിയാക്കി തന്നാ ഞാൻ ഉണ്ടാക്കി തരാം. ചതവൊന്നുമില്ലെങ്കിലും ബ്രാത്ത് കഴിക്കണത് നല്ലതാ. കർത്താവേ, അതിന് ആക്രി കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് 500 രൂപയ്ക്ക് മേടിച്ച ക്നാപ്പ് നേരെയാണല്ലോ. മാറിങ്ങോട്ട്. ഇതിനാണ് മോളെ എച്ചിത്തരമുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂന്ന് പറയണത്. അമ്മച്ചിയും കൊണ്ടുള്ള ചുറ്റിക്കളി നിർത്താറായി കുട്ടാ. സ്റ്റേഷനിൽ കിട്ടിയതിന്റെ ബാക്കി കുർബാന കൈക്കൊള്ളാൻ റെഡി ആയിക്കോ. കുറച്ചു കാലമായി നീ വല്ലാതെ അങ്ങ് മിടുക്കനാകുന്നുണ്ട്. ഞങ്ങളുടെ അമ്മച്ചി നിനക്ക് കുട്ടിക്കളി കളിക്കാനുള്ളതാണോടാ? കൊമ്പനക്കാടന്മാരെ നീ ശരിക്കും പരിചയപ്പെട്ടിട്ടില്ല. കയ്യും കാലും കെട്ടി കാവും കളത്തെ താത്ത ഞങ്ങള് അറിയോ? ബെന്നിയെ, വയസ്സുകാലത്ത് അമ്മച്ചിക്ക് നിങ്ങൾ കൊമ്പനക്കാടന്മാര് ചെയ്യേണ്ടതേ തല്ലും കൊല്ലൊന്നുമല്ല. വല്ലപ്പോഴൊക്കെ നടത്തി എന്നിരുന്നത് അമ്മച്ചിക്ക് സുഖമാണോ, അമ്മച്ചിക്ക് വല്ലതും വേണോ, അങ്ങനെ ഒരു സന്തോഷമായിട്ടൊരു 4 അക്ഷരം ഉണ്ട്. അമ്മച്ചയും കൂട്ടി വല്ലപ്പോഴും സിനിമയ്ക്കോ വിരുന്നിനൊക്കെ പോവുക. എണ്ണയോ അരിഷ്ടോ കുഴമ്പോ എന്താ തീരുന്നെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് നോക്കി മേടിച്ചു കൊടുക്ക. അത്രേ വേണ്ടൂ. സന്തോഷമായിക്കോളും. പാവാ. സ്വന്തം വീട്ടിൽ കിട്ടാത്തതുകൊണ്ടാണല്ലോ പുറത്തു പോകുന്നത്. ചോര തിളച്ചുകൊണ്ടൊന്നും അരി വേവില്ല ബെന്നിയേ. അമ്മച്ചി എനിക്ക് എന്റെ സ്വന്തം അമ്മച്ചിയെ പോലെ. അമ്മച്ചിക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞാൽ ഇനിയും ഞാൻ കൊണ്ടു. അമ്മച്ചിക്ക് ചീട്ട് കളിക്കണം തോന്നി ഇനിയും ഞാൻ കളിപ്പിക്കും. അതിന് ഈ വിരട്ടലൊന്നും എന്റെ അടുത്ത് ഓടില്ല മക്കളെ. പോ. മസില് പോരാ, കൈയെടുക്ക്. എടാ ഷാജുവേ, നിനക്ക് കണ്ടൊത്ത് രഘുവിനറിയില്ലേ? കറുത്ത് പൊക്കമായിട്ട് നല്ല മസിലൊക്കെ ഉള്ള. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ കയറി അലമ്പുണ്ടാക്കുന്നു. അപ്പ രഘു ഒരു ദിവസം കള്ളു കുടിച്ച് ബോധമില്ലാതെ അവനെന്റെ അപ്പൻ ചാക്കോ മാപ്പിള കിട്ടുന്നു തല്ലി. എനിക്കങ്ങോട്ട് പെരുത്ത് കയറിയില്ലേ? നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ വളവിൽ വെച്ച് ഞാനും അവനും തമ്മിൽ കോർത്തപ്പോ നീ ഉണ്ടായിരുന്നല്ലേ അവിടെ. അവന്റെ അത്രയും മസിലുണ്ടോടാ ബെന്നി കൊമ്പനക്കാരന്. ചെങ്ങായിമാരൊക്കെ ആവുമ്പോ അതൊക്കെ വേണ്ടി ആദ്യം പറഞ്ഞു കൊടുക്കാൻ. ചെല്ലിയല്ലേ കയറോ. വാ നമുക്ക് തുരുമ്പ് നേരേക്കാം.